ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തുടരുന്ന ബോബി ചെമ്മണ്ണൂരിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. YS അഭിനന്ദ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അഭിനന്ദ്, എന്തൊക്കെയാണ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ? ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ ഈ കേസിൽ എത്ര നിർണായക വിവരങ്ങൾ നൽകാൻ പര്യാപ്തമാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു? വിജയകുമാർ, അതിവേഗതയിലേറെ ഒരു നടപടിയിലേക്കാണ് എറണാകുളം സെൻട്രൽ പോലീസ് കടന്നത്. ഇന്ന് വൈകിട്ട് 7:15 ഇന്നലെ പരാതി ലഭിക്കുന്നതിന് ശേഷം വയനാട്ടിലെത്തി ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ എത്തിക്കുന്നത്. ഇന്ന് രാത്രി 7:15 എറണാകുളം സെൻട്രൽ പോലീസിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 11 മണിക്കോ അല്ലെങ്കിൽ നാളെയോ വൈദ്യപരിശോധനയ്ക്കായിട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. എന്തായാലും നിർണായകമായ രേഖകൾ അടങ്ങുന്ന ഐഫോൺ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിദഗ്ധ സംഘം അടക്കം അതെത്തി കൃത്യമായ പരിശോധന നടത്തും. എന്തായാലും സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് ഹണി റോസിന്റെ രഹസ്യമൊഴി ഇന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ആയിരിക്കും തുറന്ന കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുക. BNS 75A 75-135 ഇങ്ങനെ 3 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ഥിരമായി ലൈംഗികാതിക്രമം നടത്തുന്നു. ഒപ്പം തന്നെ ശരീരത്തെ കടന്നു കയറാൻ ശ്രമിച്ചു നടക്കുന്ന ഗുരുതരമായ വകുപ്പുകളാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടകീയമായ രംഗങ്ങൾ കാണുന്ന സാക്ഷിയായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തുന്നത്. കൊച്ചിയിലെ ഡാങ്സ് ഓഫ് ടീം ഒപ്പം തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന് പിടിയിലായിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് നേരത്തെയും സമൂഹ മാധ്യമങ്ങളടക്കം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ലൈംഗികാധിക്ഷേപങ്ങളിലൂടെ ഒക്കെ തന്നെ നേരത്തെയും ഒരുപാട് തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതി ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പിടിയിലായിരിക്കുകയാണ്. ഇനി ഐഫോൺ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത, ഐഫോണിന് അടക്കമുള്ള നിർണായകമായ തെളിവുകൾ, നടി നൽകിയ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. നാളെയോടുകൂടി എന്തായാലും അതിന് കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ഉത്തരം ലഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. നാളെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇനി ചോദ്യം ചെയ്യലാണ് പോലീസ് സ്റ്റേഷനിൽ തുടരും. നാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കസ്റ്റഡിയിൽ അപേക്ഷ കൂടി നൽകിയേക്കുമെന്ന സൂചനയുണ്ട്. അതേസമയം ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നായ മൊബൈൽ ഫോൺ അത് പരിശോധനയ്ക്കായി അയക്കും, ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കുരുക്കിയത് പോലീസിന്റെ അതിവേഗ നീക്കമായിരുന്നു. മുൻകൂർ ജാമ്യത്തിനും ഒളിവിൽ പോകാനുമുള്ള പദ്ധതിയാണ് ഇതോടെ പൊളിഞ്ഞത്. ഹണി റോസിന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പും കേസിൽ വഴിത്തിരിവായി. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയത് അതിവേഗ നാടകീയ നീക്കം. ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. പിന്നാലെ കൊച്ചി പോലീസ് വയനാട്ടിലേക്ക്. ഇന്ന് കോയമ്പത്തൂരിലെ ഷോറൂം ഉദ്ഘാടനത്തിന് ശേഷം ബോബി ചെമ്മണ്ണൂർ ബംഗളൂരുവിലേക്ക് കടന്നേക്കുമെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചു. പോലീസ് എത്തുന്ന വിവരമറിഞ്ഞ് മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കം ബോബി ചെമ്മണ്ണൂരും നടത്തി. മേപ്പാടിയിലെ ബോബിയുടെ 1000 ഏക്കർ എസ്റ്റേറ്റിനുള്ളിൽ നിന്ന് നാടകീയമായ കസ്റ്റഡി. വേഗത്തിൽ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഹണി റോസിന് നൽകിയ ഉറപ്പും പോലീസ് നീക്കങ്ങളെ പഴുതടച്ചതാക്കി. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു അനുവാദം ചോദിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്റെ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ വിഷയമല്ല നമ്മൾ അഡ്രസ് ചെയ്തേക്കുന്നത്. ഞാൻ തന്നെ ഒരു കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിലെന്നെ തള്ളിവിട്ട അതിൽ മെയിൻ ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പം അറസ്റ്റിലായേക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹ്യൂജ് ഒരു റിലീഫാണ് ഇപ്പൊ കിട്ടുന്നത്. കൊച്ചിയിലേക്ക് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുമതി തേടിയെങ്കിലും പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ അനുവദിച്ചില്ല. അങ്ങനെ ഏറെ ആഡംബര വാഹനങ്ങളുടെ കളക്ഷനുള്ള ബോബി ചെമ്മണ്ണൂർ പോലീസ് വാഹനത്തിൽ കൊച്ചിയിലേക്ക്. 24 വയനാട്, കൊച്ചി.
ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM നേതാക്കൾ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ നാളെ ജയിൽ മോചിതരാകും. ഹൈക്കോടതി വിധിയെ CPIM സ്വാഗതം ചെയ്തു. മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 2 വർഷം വരെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വിലയിരുത്തിയാണ് നടപടി. ചെറിയ കാലയളവിലെ ശിക്ഷാവിധികൾ മരവിപ്പിക്കുന്നത് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ ശിക്ഷാവിധി മരവിപ്പിക്കുന്നു എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി വിധിക്കെതിരെ നിയമപരമായി പോരാടുമെന്ന കൃപേഷിന്റെ പിതാവ് കൃഷ്ണനും സാക്ഷികളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണനും പ്രതികരിച്ചു. നമ്മൾക്കൊരു ഭീഷണിയാണ്, ഈ കുടുംബത്തിനൊക്കെ ഒരു ഭീഷണി. ഇവരൊക്കെ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട അതേ ഈ കൊല ചെയ്ത പോലെ തന്നെ ഇവരും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട നേതാക്കന്മാരാണ്. ഇവർ എന്ത് ചെയ്യാനും മടിക്കൂല. ഈ ജാമ്യത്തിൽ ഇറങ്ങി വന്ന് ഇന്ന ഏത് കുടുംബക്കാരെ എതിരെ ഇവർ കുതിര കയറുമെന്ന് നമുക്കറിയില്ല. സാക്ഷി പറയാതാക്കുക, അതിന് വേണ്ടുന്ന പരിപാടികളൊക്കെ നടത്തും. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ ആശങ്കയുണ്ട് ഈ കാര്യത്തിലൊക്കെ. വിധിയെ CPIM സ്വാഗതം ചെയ്തു. ഗൂഢാലോചന എന്ന കാര്യം CBI കോടതി തന്നെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ശിക്ഷക്കെതിരായി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകണോ ആ അറ്റം വരെ പോകുമെന്നാണ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞത്. അതിപ്പോൾ ഹൈക്കോടതി ആ ശിക്ഷ യഥാർത്ഥത്തിൽ ജാമ്യം നൽകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. നേരത്തെ 4 പ്രതികളെ 5 വർഷം തടവിനും 10,000 രൂപ പിഴയ്ക്കും കൊച്ചി CBI കോടതി ശിക്ഷിച്ചിരുന്നു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബി സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകൾ പരിഗണിച്ചത്. 24 കൊച്ചി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആരോപണം ശക്തമാകുന്നതിനിടെ കുടുംബത്തെ സന്ദർശിച്ച് കോൺഗ്രസ് നേതൃത്വം. NM വിജയന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് സന്ദർശനത്തിന് ശേഷം KPCC ഉപസമിതി അംഗങ്ങൾ പ്രതികരിച്ചു. അതേസമയം മരണത്തിന് പിന്നാലെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ IC ബാലകൃഷ്ണൻ MLAക്ക് സംരക്ഷണം ഒരുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആദ്യം DCC നേതാക്കളുമായി കൂടിക്കാഴ്ച, ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും TN പ്രതാപനും സണ്ണി ജോസഫും K ജയന്തും ഉൾപ്പെടുന്ന ഉപസമിതി അംഗങ്ങൾ NM വിജയന്റെ വീട്ടിലേക്ക്. കുടുംബത്തിന് പറയാനുള്ളത് കേട്ടുവെന്നും NM വിജയനൊപ്പമാണ് പാർട്ടിയെന്നും നേതാക്കൾ. അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അതൊക്കെ വരട്ടെ, അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളാണ്, അത് പിറകെ വരും. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ KPCC ഉപസമിതി കുടുംബത്തോട് ആവശ്യപ്പെട്ടു. നേതാക്കൾ സഹായിക്കാമെന്ന് ഉറപ്പു നൽകിയതായും ഇതിൽ വിശ്വാസമുണ്ടെന്നും കുടുംബം. അവരുടേതായിട്ടുള്ള ഇതിൽ സംസാരിച്ചെല്ലാം തീരുമാനങ്ങളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് അവർ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. ബാധ്യതകളും എല്ലാ പ്രശ്നങ്ങളും തീർക്കാം. വിഷയത്തിൽ നേതാക്കളുടെ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണമെന്ന് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കുടുംബത്തിനൊപ്പമെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും NM വിജയന്റെ കത്തിൽ ഗുരുതര ആരോപണമുള്ള IC ബാലകൃഷ്ണൻ MLAയെ ന്യായീകരിക്കുകയാണ് നേതാക്കൾ. നിയമനക്കോഴ വിവാദത്തിലെ പരാതികളിൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM. 24 വയനാട്. അതിരപ്പള്ളി പിള്ളപ്പാടയിൽ കൃഷി നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം. ചാലക്കുടി സ്വദേശി ബാബു പാട്ടത്തിനെടുത്ത കൃഷി ചെയ്യുന്ന ഭൂമിയിലെ വാഴയും കപ്പയും കാട്ടാന നശിപ്പിച്ചു. കാട്ടാന കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, തുടർച്ചയായി ഈ കാട്ടാന ഇറങ്ങുന്ന അവിടെ കൃഷി നശിപ്പിക്കുന്ന ഒരു മേഖലയാണിത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ഈ രാത്രിയിൽ സംഭവിച്ചതാണോ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്? വിജയകുമാർ, ഇന്ന് 7 മണിയോടുകൂടിയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും ഈ മേഖലയിൽ കാട്ടാന എത്തി ഈ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. 1 വർഷം മുമ്പാണ് ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ബാബു ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി തുടങ്ങുന്നത്. അന്നു മുതൽ ഈ കുരങ്ങും മയിലും കാട്ടുപന്നിയും അടക്കമുള്ള വന്യജീവികളുടെ ശല്യമുണ്ടായിരുന്നു. തുടർന്ന് ഈ സൗരോർജ്ജ വേലി അടക്കം സ്ഥാപിച്ചിരുന്നു. ഈ സൗരോർജ്ജ വേലി തകർത്ത് ഈ മേഖലയിൽ കയറിയ കാട്ടാനയാണ്
ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരവും എല്ലാം ഈ വാഴകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നത്. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതിന്റെ തെളിവായി മാറുകയാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ. വിജയകുമാർ. സൂരജ്, ഇതിപ്പോ വലിയ നഷ്ടം ആ കർഷകൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ഏതാണ്ട് മുഴുവൻ വാഴയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയാണ് ആ കാട്ടാനക്കൂട്ടം അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോവുക. അപ്പോൾ എന്താണ് അതിൽ ഇനി തുടർ നടപടികൾ? വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുമോ? കർഷകനെ സഹായിക്കുമോ? അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമാണോ അത്തരം വിവരങ്ങൾ? വിജയകുമാർ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഈ മേഖലയിൽ എത്തിയ കാട്ടാനക്കൂട്ടമാണ്. രാവിലെ ഇതേ കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ ഇറങ്ങി ഈ വാഴയും കപ്പയും എല്ലാം നശിപ്പിച്ചിരുന്നു. അതിനുശേഷം മടങ്ങിപ്പോയ കാട്ടാനക്കൂട്ടം വൈകുന്നേരത്തോടു കൂടി ഒരു 6 മണിയോടുകൂടി ഈ മേഖലയിലേക്ക് മടങ്ങിയെത്തുന്നു. 7 മണിക്ക് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്തും ഈ കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കൃഷിഭൂമി ആകെ ഒരു മരുഭൂമിയാക്കുന്ന നിലയിലാണ് ഈ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ല. ഈ ജനവാസ മേഖലയിലേക്ക്, പിള്ളപ്പാറ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി കാട്ടാൻ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ നടപടികളില്ല. ഈ ട്രെഞ്ച് അടക്കം രൂപീകരിച്ചുകൊണ്ട് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാൻ ഇറങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കണം, ഇറങ്ങാതിരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആവശ്യം. പക്ഷേ അതിന് ഒരു പരിഹാരം കാണാൻ വനംവകുപ്പിന് കഴിയുന്നില്ല. സൗരോർജ്ജ വേലികളടക്കം കാട്ടാനക്കൂട്ടം തകർക്കുന്നു. അതിനുശേഷം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു. അവരുടെ കൃഷിഭൂമി അടക്കം ഇല്ലാതാക്കുന്നതിന്റെ, അത് മരുഭൂമിക്ക് സമാനമായ രീതിയിലാക്കുന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ. ശരി സൂരജ്, അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ഇത് അതിരപ്പള്ളി പിള്ളപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഒരു ചാലക്കുടി സ്വദേശിയായ ബാബു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ഭൂമിയിലാണ് അവിടെ വാഴകളും കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ഒന്നും അവശേഷിക്കുന്നേയില്ല എന്ന നിലയിലാണ് ഇന്ന് രാത്രി ഏതാണ്ട് 7 മണിക്ക് ശേഷം ഉള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു. പുൽപ്പള്ളി കൊല്ലിവയലിൽ എത്തിയ കർണാടക കുട്ട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഇത് റിസർവ് ഫോറസ്റ്റിനകത്താണ് ഈ വിഷ്ണു എന്ന ഈ കർണാടക കുട്ട സ്വദേശി ഈ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായതെന്ന് തോന്നുന്നു, അല്ലേ? അത് അങ്ങനെ കേൾക്കുന്നതാണോ വസ്തുത? അതാണ് വസ്തുത. റിസർവ് ഫോറസ്റ്റിന്റെ അകത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിലാണ് ഈ ഒരു സംഭവം. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലിവയൽ കോളനിയിലെത്തിയ കർണാടക കുട്ട സ്വദേശിയായ 22 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചിരിക്കുന്നത്. പാതിരി റിസർവ് വനമേഖലയാണ് ഈ പ്രദേശം. അവിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ കൊല്ലിവയൽ ഭാഗത്ത് വിഷ്ണുവിന്റെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പ്രദേശത്ത് അടയ്ക്ക പറിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിഷ്ണു എത്താറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹം ഇവിടെ എത്തി കബനി നദി കടന്ന് പിന്നീട് കർണാടകയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിക്കേറ്റ വിഷ്ണുവിനെ റോഡിലെത്തിക്കുകയും തുടർന്ന് വനംവകുപ്പിന്റെ തന്നെ ജീപ്പിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കും. നാളെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം ഈ നാളെ നടക്കുന്ന സംസ്കാരത്തിന് തൊട്ടു മുമ്പായി 5 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായം കുടുംബത്തിന് കൈമാറുമെന്ന് വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ അറിയിച്ചു. മറ്റ് ബന്ധുത്വ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കുന്ന മുറയ്ക്ക് അടുത്ത 5 ലക്ഷം കൂടി കുടുംബങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. കർണാടകയിലാണ് വിഷ്ണുവിന്റെ കുടുംബമുള്ളത്. എന്തായാലും ബന്ധുക്കളെല്ലാം തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അതിദാരുണമായ ഒരു സംഭവം. അത് പുൽപ്പള്ളി കൊല്ലിവയലിൽ നിന്നാണ് വരുന്നത്. അവിടെ എത്തിയ കർണാടക കുട്ട സ്വദേശി വിഷ്ണുവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിൽ ഒരിടവേള കൂടി. വാർത്താമഴ തുടരുന്നു. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി പോലീസ് ഡയറിയിൽ സുഹൈൽ ചേരും. നമസ്കാരം.